അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഫംഗ്ഷൻ ആട്ടോ. ഇന്നത്തെ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അയ്യോ മാറ്റി സുന്ദരിയായിട്ടിരിക്കാട്ടോ, എന്തൊരു ഭംഗിയല്ല കാണാൻ. അപ്പം ഇന്നത്തെ വീഡിയോ ഒരു പെണ്ണ് കാണലാട്ടോ. ഇക്കാൻ്റെ ഞാൻ പറഞ്ഞുതരാം. ഇക്കാൻ്റെ ഉമ്മാൻ്റെ ആങ്ങളുടെ മോൻ്റെ പെണ്ണാണല്ലേ, അതായത് അമ്മോന് അങ്ങനെ പറയാം. മോൻ്റെ പെണ്ണ് കാണലാണ്. അപ്പോൾ ഇന്നിപ്പം ഫെബ്രുവരി 27 ആണ്. ഇന്ന് രാത്രിയാണ് ഇവർ പെണ്ണാണൽ വെച്ചത് 6 മണിക്ക് കേട്ടോ. അതിനോണ്ട് എല്ലാവരും വെയിറ്റ് ചെയ്യണം. ഞാൻ മാറ്റി റെഡിയായി നല്ല സുന്ദരിയായിട്ടിരിക്കുകയാണ്. താഴത്ത് ഉമ്മച്ചി എല്ലാവരും മാറ്റുന്നുണ്ട്. വന്നിട്ടില്ല, അപ്പച്ചിനെ കാത്തുക്കാണ്. എന്നിട്ട് വേണം ഇവിടെ നിന്ന് ഇറങ്ങാൻ. ഇൻഷാല്ലാ ഇന്നത്തെ വീഡിയോ എൻ്റെ ഫാമിലിയും കാര്യങ്ങളും എല്ലാവരും ഞാൻ പറയുന്നുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ ഇക്കാൻ്റെ ഫാമിലീസ് ഉണ്ടാവും, അമ്മായികളുണ്ടാവും, എല്ലാവരും ഉണ്ടാവും. ഞാൻ ഓരോരുത്തരായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ആർക്കാ എന്തൊക്കെ എന്നുള്ളത്. ഇനി മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നും തോന്നരുത്, കാരണം എനിക്കങ്ങനെ എല്ലാവരും റിലേഷൻസ് ഓരോന്നും ഇങ്ങനെ എടുത്തെടുത്തെടുത്ത് പറയാൻ എനിക്കറിയില്ല. എല്ലാവരും ഞാൻ കാണിച്ചതിൻ്റെ പരിചയപ്പെടുത്തി പേരും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, പിന്നെ ഞാൻ വൈറ്റ് ഇട്ടിട്ട് എങ്ങനെയുണ്ട്, നല്ല രസമുണ്ട്. എനിക്കിന്ന് വൈറ്റ് ഇടാൻ ഭയങ്കര ബുദ്ധി. അപ്പോൾ ഞാൻ വൈറ്റ് നിൽക്കാക്ക എന്തായാലും ഞാൻ അറിയില്ല. എനിക്കങ്ങനെ കാത്തു നിന്ന് ഇവിടെ വരെ എത്തിയിട്ടോ ഗൈസ്. ഉപ്പച്ചിയും ഉമ്മച്ചിയും എല്ലാവരും അങ്ങോട്ടേക്ക് പോയി. ഞാൻ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിൻ്റെ കഥ. അത്രയും നേരം ഞാൻ വെയിറ്റ് ചെയ്തിരിക്കണം. എല്ലാ സ്ഥലത്തേക്ക് പോകുമ്പോഴും നേരം വൈകിട്ടാണ് പോകുക. സാധാരണ ആണ്. എന്നാലും ഇപ്രാവശ്യം ഇങ്ങനെ നേരത്തെ പോകാൻ വെച്ചിട്ടാണ് ഞാൻ നേരത്തെ മാറ്റി കൊടുത്തിരുന്നത്. ഉമ്മച്ചി ചാവിയൊക്കെ കയ്യിൽ തന്നിട്ട് ഉമ്മച്ചി ഒരു കാറിൽ പോയി. ജവാദ് പറഞ്ഞ കകൻ അനിയൻ വന്നതിന് ഓരോ കൂടെ പോയി. ഞാൻ പിന്നെ കകനെ കൂടെ വരാമെന്ന് പറഞ്ഞ് കാക്കനെ കാത്തു നിന്നു. എന്ത് ചെയ്യാനാ? ഒരു അങ്ങനെ അവസാനം ഇക്കാക്ക് എത്തിയിട്ടോ. ബാങ്ക് കൊടുക്കുന്നുണ്ട്. ചെങ്ങായി എത്ര ടൈം വേഗം മാറ്റി രസമുണ്ടോ? പോടോ കാക്കാ കഴിഞ്ഞോ? എന്നാ വരി. കഴിഞ്ഞോ കാ? എപ്പോഴാ നമ്മളൊരു പരിപാടിക്ക് നേരത്തെ പോവക്ക? ഓ ടൈം രാത്രി ആയിട്ടോ. നമ്മളൊരു പെണ്ണ് കാണലിന് പോണ ടൈമാ. മതി കാക്കാ വരി. മതി എന്താ നിങ്ങളെ ഹെൽമെറ്റ് എടുത്തോളി. വരി. അങ്ങനെ നമ്മളിവിടെ എത്തിയിട്ടോ ഗൈസ്. ടൈം കുറച്ച് ലൈറ്റ് ആയാലും ആൾക്കാരൊക്കെ വരുന്നുള്ളൂ കേട്ടോ. അങ്ങനെ നേരെ വൈകിയെന്നാണ് വിചാരിച്ചെങ്കിൽ നമ്മൾ വന്നതിൻ്റെ ശേഷമാണ് പിന്നെ ബാക്കിയുള്ളവരൊക്കെ എത്തി. പിന്നെ ചെക്കൻ്റെ ഫ്രണ്ട്സുകളെ കുറച്ച് ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഹാളിൻ്റെ മേലേക്ക് കയറിയത്. ഇതാണ് ചെക്കൻ്റെ ഉമ്മ, അതായത് ആരിഫ് ഉമ്മാൻ്റെ ആങ്ങളുടെ പെണ്ണുങ്ങൾ. പരിപാടി കഴിഞ്ഞിട്ടില്ല, നമ്മൾ നേരത്തെ എത്തി. കാഴ്ച കണ്ടെത്തും നിന്റെ അളയിച്ച്.
അങ്ങനെ ഹാളിൻ്റെ അകത്ത് കയറി നമ്മളെല്ലാവരും ഇരുന്ന് സെറ്റായി. അതിൻ്റെ ഇടയ്ക്ക് പെണ്ണിനെ കൊണ്ടുവരുന്നുണ്ട്, ഒരാങ്ങളമാരും കസിൻസും എല്ലാവരും കൂടെ. പിന്നെ പെണ്ണ് വന്നതിന് ശേഷം നമ്മൾ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഓരോരുത്തരായിട്ട് അവൾക്ക് കൊടുക്കുന്ന ഒരു ചടങ്ങിന് കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഫുഡ് കഴിക്കാൻ പോകലാണ്. വീഡിയോ കാണാൻ നമ്മളെ വീഡിയോ കാണാൻ ഗൈസ്. സൗണ്ട് ഇല്ല, സൗണ്ട് അങ്ങനെ ഫുഡ് കഴിക്കൽ കഴിഞ്ഞിട്ട് എല്ലാവരും പുഡിങ്ങിൻ്റെ അടുത്തേക്ക് വന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം എല്ലാവരും കണ്ട് സംസാരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനൊക്കെ പറഞ്ഞ് പിന്നെ പോവാനുള്ള തിരുതിയായിട്ട് എല്ലാവർക്കും. ഇത് ഉമ്മാൻ്റെ ഫ്രണ്ട്സാട്ടോ, കുടുംബമാണ്. പക്ഷെ ഉമ്മാൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ്, ഇടയ്ക്കിടയ്ക്ക് വീട്ടിലേക്ക് വരുന്നതും പിന്നെ ഉമ്മാൻ്റെ കൂടെ കൂട്ടുകൊടുക്കുന്ന ആൾക്കാരത്. അങ്ങനെ പരിപാടി കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ ബീച്ചിലേക്കാട്ടോ പോയത്. അവിടെ കുറച്ച് നേരം ഇരുന്ന് പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി. അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യാൻ ലൈക്ക് ചെയ്യാം. ബൈ.